الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم فقال الله تبارك وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ അപരാധവും കരുണയുള്ള തമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറബിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സാഹോദര്യത്തോടുകൂടിയുള്ള ഒരു അവസ്ഥ അള്ളാഹു നമ്മളുടെ നാട്ടിലും ലോകമെമ്പാടും സംജാതമാക്കുമാറാകട്ടെ. ആദ്യമായി ഞാൻ എന്നോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരന്മാരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു ജീവിതത്തിലെ നിഖില മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള മഹാഭാഗ്യം നാം ഏവർക്കും നൽകുമാറാകട്ടെ. വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും കടുത്ത ചൂടിലാണ് നാം ഓരോരുത്തരും. അല്ലാഹു തആല നമ്മളുടെ ജീവിതം സ്വസ്ഥമാകുന്ന രീതിയിലുള്ള അന്തരീക്ഷത്തെ സംജാതമാക്കുമാറാകട്ടെ. എല്ലാവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ചൂട് സഹിക്കവയ്യാതെ അവരെല്ലാവരും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് ഓടി വന്നു. എല്ലാവരും ചേർന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാനും ദുആ ചെയ്യാനും നമസ്കരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഹാബാക്കൾ പറയുന്നത് കാണാം, കടുത്ത ചൂടിൽ ബുദ്ധിമുട്ടി ഞങ്ങൾ പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് മഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. അല്ലാഹു തആല അതുപോലെയുള്ള അവസ്ഥകൾ നമുക്കും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കടുത്ത ചൂട് എന്ന് പറഞ്ഞാൽ നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ചൂടിലാണ് നാം ഓരോരുത്തരും. ഏകദേശം 40 ഡിഗ്രിയിലപ്പുറമായി. അള്ളാഹുവിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് കുറച്ചു തരുമാറാകട്ടെ. എല്ലാത്തിനും വല്ലാത്ത ഷെഡ്യൂളുകൾക്കെല്ലാം മാറ്റം വരുത്തി വ്യത്യസ്തമായ അവസ്ഥകളിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന സമയമാകുമ്പോഴേക്കും ചൂടുണ്ടാകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ജോലിക്കാരായ കൂലിക്കാർക്കെല്ലാം നിങ്ങൾ ഇളവ് നൽകണം. കുട്ടികളെ സ്കൂളിൽ വിടുന്നതിൻ്റെ സമയത്തിന് പോലും ക്രമീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്.
നാളിതുവരെയും നമ്മുടെ നാട്ടിൽ വറ്റിയിട്ടില്ലാത്ത കിണറുകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ്, പുഴകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത അവസ്ഥ. സാധാരണ വെക്കേഷൻ ആകുമ്പോൾ കുടുംബത്തോടുകൂടി സന്തോഷത്തോടുകൂടി തണുപ്പ് ആസ്വദിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കടുത്ത ചൂട് കാരണം ബുദ്ധിമുട്ടുന്ന വല്ലാത്ത സാഹചര്യം. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം? നമ്മുടെ മുമ്പിൽ വിശദീകരിക്കപ്പെടുന്ന ശാസ്ത്രീയമായ പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം എല്ലാത്തിൻ്റെയും പോംവഴി, എല്ലാത്തിൻ്റെയും പരിഹാരം, എല്ലാത്തിൻ്റെയും മറുപടി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ഭൂമിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. വശംസു വൽ ഖമറു വൻ നുജൂമു മുസഖ്ഖറാത്തുൻ ബിഅംരി. അള്ളാഹു പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നിങ്ങൾ കാണുന്ന നക്ഷത്രഗോളാദികളെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഇതെല്ലാം അള്ളാഹുവിന് സ്ഥിരമായി സുജൂദിലായി കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരൽപ്പം പോലും അനുസരണക്കേട് കാണിക്കാത്ത സൃഷ്ടികളിൽപ്പെട്ടവരാണ്. ആകെ അനുസരണക്കേട് കാണിക്കുന്ന സൃഷ്ടി മനുഷ്യരായ നമ്മൾ മാത്രമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് വിശദീകരിക്കുകയാണ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമായി സഞ്ചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 15 കോടി ലക്ഷം അപ്പുറം വിദൂരത്തിൽ നിൽക്കുന്നതായ സൂര്യന്റെ താപം നമുക്കൊന്ന് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അള്ളാഹു അതിനെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ, അതിലൊരൽപ്പമെങ്ങാണം താഴോട്ടായിരുന്നുവെങ്കിൽ നാം ചൂട് കൊണ്ട് കരിഞ്ഞു പോകുമായിരുന്നു. ഈ കടുത്ത ചൂട് അത് കടുത്തത് എന്ന് നാം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം അങ്ങോട്ടായിരുന്നുവെങ്കിൽ തണുപ്പ് കാരണം തണുത്തു വിറങ്ങലിച്ച് നാം നിന്നുപോകുമായിരുന്നു. അള്ളാഹു തആല സന്തുലിതമായ അവസ്ഥയിൽ നൽകി. എന്നിട്ട് അള്ളാഹു ആയത്തിന്റെ അവസാനം പറയുന്നു, അള്ളാഹു നിങ്ങൾ ചിന്തിക്കാനും വേണ്ടിയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അള്ളാഹു തആല ഭൂമിയിൽ എന്തെല്ലാം സംവിധാനങ്ങളെ ഒരൽപ്പം എന്ന് നാം പറയുന്ന വാക്കിൽ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുകയാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഒരൽപ്പം മുമ്പോട്ടോ ഒരൽപ്പം പിന്നോട്ടോ ആയിരുന്നുവെങ്കിൽ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാകുമായിരുന്നു. വർഷങ്ങളായി ഇതിനെ ആരാണ് സംവിധാനിച്ചിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ. വർഷങ്ങളായി അള്ളാഹുവിന്റെ സംവിധാനത്തിൽ ഒരു മാറ്റവും വരാതെ കൃത്യമായി അനുസരണയോടുകൂടി തന്നെ ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ് ഇങ്ങനെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തേ നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യമാണോ നിങ്ങൾ അനുഗ്രഹമായി കാണുന്നത്, അതില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാകും, അതില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ദുർഘടമാകും, അതില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം ഒന്നുമില്ലാതാകും. അതേ അനുഗ്രഹങ്ങൾ തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ശിക്ഷിക്കാനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും നിങ്ങളെ പ്രയാസപ്പെടുത്താനും അല്ലാഹുവിന് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആവർത്തി നാം ഇങ്ങനെ ആവർത്തിച്ച് കണ്ടതാ, നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം എല്ലാവരും ദുആയിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ശൈലി, അള്ളാഹുവെ, ഒന്നാമതായി ഭൂമിയിൽ പൊതുവായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നു. ബാഹ്യമായിട്ട് പൊതുവായിട്ട് ജനങ്ങളുടെ പാപങ്ങൾ അധികരിക്കുമ്പോൾ, മനുഷ്യരുടെ കുഴപ്പങ്ങൾ അധികരിക്കുമ്പോൾ, വിപത്തുകൾ അധികരിക്കുമ്പോൾ, അത് പൊതുവാകുമ്പോൾ, അതൊരു ബുദ്ധിമുട്ടില്ലാതെ, അതൊരു പ്രയാസമില്ലാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുകയും ധരിക്കുകയും ചെയ്യാൻ ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ പാപങ്ങൾ അധികരിക്കുന്ന സാഹചര്യം വന്നാൽ അള്ളാഹുവിന്റെ പൊതുവായുള്ള ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണുകയാണ് എങ്കിൽ എത്ര ദിവസം എടുത്താലും തീരൂല, അത്രയ്ക്കും പൊതുവായി പോയി നമ്മുടെ ഇടയിൽ വിപത്തുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഭൂമിയെ സംവിധാനിച്ച് വളരെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അല്ലാഹു ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത്, ഭൂമിക്ക് പുറത്തുള്ളതായ ഗോളങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹു തആല നിലനിർത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ഭൂമിയിൽ ശേഷിക്കലാണ്. ഒരാൾ പോലും ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ അള്ളാഹു ഇതിനെ മുഴുവനും നശിപ്പിച്ചു കളയുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇത് നിലനിർത്തുന്നത്, അള്ളാഹുവിന്റെ ഈ പ്രതിഭാസമെല്ലാം നിലനിർത്തുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്ന മനുഷ്യരാണ്.
അള്ളാഹുവിനെ അംഗീകരിക്കുന്ന മനുഷ്യരാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മനുഷ്യരാണ്, അള്ളാഹു അല്ലാതെ അസ്തിത്വത്തിലും യാഥാർത്ഥ്യത്തിലും മറ്റാരുമില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും ആ പ്രതിജ്ഞയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഈ പ്രപഞ്ച പ്രതിഭാസം അഖിലവും നിലനിർത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ഒരാൾ പോലും അള്ളാഹു എന്ന് നിഷ്കളങ്കമായി പറയാത്ത സാഹചര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ആകാശമണ്ഡലങ്ങളിലെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളെല്ലാം തകർന്നു തരിപ്പണമാകുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ലോകം അവസാനിക്കുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്കാർ കുറയുന്നതനുസരിച്ച് അള്ളാഹു അനുഗ്രഹമാക്കി തന്നതിനെ മനുഷ്യന് വിപത്തായിട്ട്, മനുഷ്യന്റെ പരീക്ഷണമായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, ശിക്ഷയായിട്ട് അള്ളാഹു തല രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നാം ഇവിടെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ മഴയ്ക്ക് വേണ്ടി നാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹു സമൃദ്ധമായ മഴ നൽകണേ എന്ന് നാം പറയുമ്പോൾ, അറേബ്യൻ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം വല്ലാതെ സങ്കടപ്പെട്ട് അതേ അവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാ, അള്ളാഹുവെ ഈ കോരിച്ചൊരിയുന്ന കടും മഴ നീ ഒന്ന് നിർത്തിത്തരണേ അല്ലാഹ്. ഭൂമിയുടെ ഒരു ഭാഗത്ത് മനുഷ്യർ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് യാചിച്ചു കൊണ്ടിരിക്കുന്നു, വേറൊരു ഭാഗത്ത് മനുഷ്യർ അള്ളാഹു ഈ ശക്തമായ മഴയൊന്ന് നിർത്തിത്തരണേ എന്ന് യാചിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിൽ സാധന സാമഗ്രികൾക്കെല്ലാം ഇങ്ങനെ പോകുകയാണ് എങ്കിൽ കടുത്ത ഇപ്പോൾ തന്നെ വല്ലാത്ത വിലക്കയറ്റം അത് അതിശക്തമായി രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാരണം കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാ, മൃഗങ്ങൾ പോലും പല ഭാഗങ്ങളിലും ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാ, കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ പൊള്ളി ബോധമറ്റ് വീഴുകയാ, വയോവൃദ്ധരായ മനുഷ്യരോട് പകൽ പുറത്തിറങ്ങരുത് എന്ന് പ്രത്യേക ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം. കടുത്ത ചൂട്, നമ്മുടെ നാട്ടിലെ കൃഷികളെല്ലാം അല്ലെങ്കിൽ നാം ആശ്രയിച്ചു കൊണ്ടിരുന്ന നാട്ടിലെ കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അത് ബുദ്ധിമുട്ടിലായി പ്രയാസത്തിലായി കൊണ്ടിരിക്കുന്ന സാഹചര്യം. വേണ്ട രീതിയിലുള്ള വെള്ളമില്ല. ഇനി വേണ്ട രീതിയിലുള്ള വെള്ളം എവിടെന്നെങ്കിലും എത്തിച്ചാൽ പോലും ഈ കടുത്ത ചൂടിൽ സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു പോകുന്ന സാഹചര്യം. ആ നാട്ടിൽ നമുക്കറിയാം, അറേബ്യൻ നാടുകളിൽ ചൂട് അത് മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനും, എന്നാൽ ആ അവസ്ഥയാകുമ്പോഴാണ് ഈത്തപ്പഴവും കാരക്കയുമെല്ലാം നല്ല രീതിയിൽ വിളവാകുന്നത്. വർഷങ്ങളായി ഒരു വർഷത്തിന്റെ കഠിനാധ്വാനം അല്ലെങ്കിൽ 6 മാസത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു പ്രദേശത്തിന്റെ കഠിനാധ്വാനം, അതിന്റെ വിളവിങ്ങനെ പ്രതീക്ഷ നിൽക്കുന്ന സാഹചര്യമായപ്പോൾ കടുത്ത മഴ കാരണം അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ പ്രദേശത്തിന്റെയും ഭാഗം നോക്കുമ്പോൾ, അവരുടെ ജീവിത വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതെല്ലാം നാശത്തിലും നഷ്ടത്തിലുമാകുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. ദിവസങ്ങളായിട്ട് പുറത്തിറങ്ങി ഓഫീസിൽ പോകാൻ കഴിയാതെ, കൃഷിസ്ഥലങ്ങളിൽ പോകാൻ കഴിയാതെ, അവരുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാതെ ഫ്ളാറ്റുകളിലും റൂമുകളിലും അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ കാഴ്ച പല പ്രദേശങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം? എന്താണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം? അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുകയാ. ഇതേ പരാതിയുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്ന മനുഷ്യരെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കാത്ത ആൾക്കാരുടെ വിപത്ത് നോക്കിയിട്ട് അള്ളാഹു തആല ഭൂമിയിൽ തീരുമാനമെടുക്കൂല. അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആൾക്കാരുടെ കുഴപ്പങ്ങൾ നോക്കിയിട്ട് അള്ളാഹു തആല ഭൂമിയിൽ തീരുമാനമെടുക്കൂല. അള്ളാഹു തആല ഭൂമിയിൽ തീരുമാനമെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതൊരൊറ്റ വിഭാഗം മാത്രമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അള്ളാഹു മാത്രമാണ് ആരാധ്യമെന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന് പ്രതിജ്ഞയെടുത്ത, അള്ളാഹു അല്ലാതെ മറ്റാരും ഞങ്ങൾക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു വിഭാഗം. ആ വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ. ഭൂമിയിലുള്ള വിഭാഗങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ, ഏറ്റവും ഉത്തമമായ സമുദായം നിങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്, നിങ്ങളുടെ നാടിന്റെ ഉത്തരവാദിത്വമുണ്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം അല്ലാഹു തആല നിങ്ങളുടെ മേലെ ഏൽപ്പിച്ചിരിക്കുകയാ. എന്താ ഉത്തരവാദിത്വം? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ സ്വന്തമായിട്ട് നന്മ ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ അതുപോലെ തന്നെ നന്മയെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുമായി നല്ല രക്തബന്ധമുള്ള ഒരു മനുഷ്യൻ അവൻ കുഴപ്പം കാണിച്ചാലും അവനല്ലേ അവന്റെ പാടാകട്ടെ എന്നുള്ള ചിന്തയിലേക്ക് നാം എത്തിയിരിക്കുകയാ. പാപം ചെയ്യൽ അതൊരു സാധാരണ അവസ്ഥയെ നമ്മളുടെ മനോദുരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാ. അല്ലാഹു തആല പറഞ്ഞു, പാപം ചെയ്യുന്ന പാപികളെ നോക്കിയിട്ടല്ല അല്ലാഹു തആല തീരുമാനമെടുക്കുന്ന, നന്മ മാത്രം ചെയ്യുന്ന നന്മകളുടെ ആൾക്കാർ അവർ തിന്മയെ തടയാനുള്ളതായ സന്നദ്ധത കാണിക്കാത്ത സാഹചര്യം വരുമ്പോൾ അല്ലാഹു തആല തീരുമാനമെടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ലേ നമ്മുടെ ഇടയിൽ നടക്കുന്നത്?
ഒരാളൊരു തെറ്റുമായി ബന്ധപ്പെട്ടാൽ വേണ്ട രീതിയിൽ അവനെ ഉപദേശിക്കാൻ നമ്മൾ തയ്യാറാകില്ല. എത്രയാണോ അതിന്റെ 10 മടങ്ങ് അവിടെയും ഇവിടെയും ഒക്കെ നടന്നു പറയാൻ നമുക്ക് ഒരു കുഴപ്പവുമില്ല. സ്വന്തമായി തെറ്റിൽ നിന്നും മാറാൻ തയ്യാറല്ല. വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലും ശൈലിയിലുമൊക്കെ തെറ്റുമായി ബന്ധപ്പെടും. എന്നാൽ അതുപോലെ തന്നെ നന്മകളുമായി നാം മുന്നോട്ടും പോകും. ആ ഒരവസ്ഥ മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൂല. അവന്റെ നന്മ അവന്റെ തിന്മയെ അവനിൽ നിന്നും ദൂരീകരിക്കും. അവന്റെ നന്മ മറ്റുള്ളവരിലേക്കും പകരാനുള്ളതായ പരിശ്രമത്തിൽ അവൻ വ്യാപൃതനായിക്കൊണ്ടേയിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അറേബ്യൻ നാടുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് അവിടേക്ക് മടങ്ങുന്നതായ ഒരു സാഹചര്യം വരും. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം വരുമ്പോൾ അല്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അറബികൾ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനും അതിനെ സഹായിക്കുന്നതിന്റെയും സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തെല്ലാമാ കാണുന്നത്? കമീസിട്ടുകൊണ്ട് ഇത്രയും നാളും കമീസും അതിനു മുകളിൽ ഷാളുമിടുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഇമാമികളാണെന്ന് ധരിച്ചിരുന്നതായ ജനങ്ങളുടെ മുമ്പിൽ ഒരു കുഴപ്പവുമില്ലാതെ, പ്രിയപ്പെട്ടവരെ, അവരവരുടെ വിശ്വാസവുമായി പോകട്ടെ, ഒരു കുഴപ്പവുമില്ല. ആരെയും തടയാൻ നമ്മളോട് അള്ളാഹു തആല പറയുന്നില്ല. അവരുടെ വിശ്വാസം വിഗ്രഹാരാധന അതുമായി പോയിക്കൊള്ളട്ടെ. പക്ഷെ ശിർക്കുമായി ബന്ധപ്പെട്ട സഹായത്തിന് അള്ളാഹു നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല, സഹായിക്കാനും പറയുന്നില്ല. അവരുമായി ബന്ധപ്പെട്ടത്, നിങ്ങളുമായി ബന്ധപ്പെട്ടത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. വിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞു, അവരുടെ ആരാധന അവരുമായി ബന്ധപ്പെട്ടത്. അവരുടെ കൈപിടിക്കൂല, അവരെ ബുദ്ധിമുട്ടിക്കൂല, അവരെ പ്രയാസപ്പെടുത്തൂല. അതുപോലെ തന്നെ റബ്ബ് പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ശിർക്കിന്റെ, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ബഹുദൈവാരാധനയുടെ ഒരു രൂപം കൊണ്ട് പോലും ഒരു തരത്തിലും ഒരു മുഅ്മിനായ മനുഷ്യൻ സഹായിക്കൂല. എന്താ ലോകത്ത് കാണുന്നത്? കച്ചവടത്തിന്റെ കണ്ണുമായിക്കൊണ്ട്, കള്ളക്കണ്ണുമായിക്കൊണ്ട് അള്ളാഹു നിശുദ്ധമാക്കിയ പ്രവർത്തനം ചെയ്യാൻ രാജാവിനും മടിയില്ല, പ്രജയ്ക്കും മടിയില്ല, രാജ്ഞിക്കും മടിയില്ല, രാജകുമാരിക്കും മടിയില്ല. അള്ളാഹു തആല പവിത്രമാക്കിയ പ്രവാചകന്റെ തിരുസുന്നത്തും വെച്ചുകൊണ്ട് പച്ച ശിർക്ക് ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ആരാധനാലയങ്ങൾ തുറക്കപ്പെടുകയും അതിന്റെ സർവ്വസഹായങ്ങളും ചെയ്യുകയും അതിനപ്പുറം അവർ പോലും കാണിക്കാത്ത വിധേയത്വം കാണിക്കാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നത് തയ്യാറാകുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമായ സർവ്വ പ്രതിഭാസവും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതാ. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മനുഷ്യർ അവർ കുഴപ്പക്കാരാകുമ്പോൾ, അവർ വിപത്തുമായി ബന്ധപ്പെടുമ്പോൾ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനവുമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹു പറഞ്ഞു, കടലിലും കരയിലും അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ അത് പ്രകടമായി കൊണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത് ഒരു മാറ്റവും വരൂല്ല. കപട മതേതരത്വത്തിന്റെ മകംമൂടി നമ്മളുടെ ഇടയിലുമുണ്ട്. അള്ളാഹു തആല പറയുന്ന രീതിയുണ്ട്, ശൈലിയുണ്ട്. ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടായി കിടന്നാൽ അവന്റെ മതം നോക്കാതെ സഹായിക്കാൻ അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതാ. നമ്മളുടെ മുമ്പിൽ മറിഞ്ഞു വീണ മനുഷ്യന്റെ മതം നോക്കിയിട്ടല്ല അവനെ പൊക്കിയെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ എഴുന്നേറ്റ് അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദ് തഹജ്ജുദ് നമസ്കാരത്തെക്കാളും അള്ളാഹു തആല നിനക്ക് പ്രതിഫലം നൽകും. റോഡിലൂടെ പോയപ്പോൾ നിന്റെ മുമ്പിൽ മറിഞ്ഞു വീണ ആ മനുഷ്യന്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ അവനെ പൊക്കിയെടുത്ത് വേണ്ട ശുശ്രൂഷകൾ ചെയ്താൽ അതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പക്ഷേ അള്ളാഹു നിശുദ്ധമാക്കിയ ശിർക്കുമായി ബന്ധപ്പെട്ടതിൽ നമുക്ക് സഹകരിക്കാൻ പറ്റൂല. അതെന്റെ ആദർശമാണ്. ഒരു സാഹചര്യത്തിലും ഒരു സന്ദർഭത്തിലും ഒരു നിമിഷത്തിലും മാറ്റിവെക്കാൻ അള്ളാഹു എന്നോട് നൽകുന്നില്ല, അവകാശം നൽകുന്നില്ല. ഇത് രണ്ടും നമ്മുടെ ഇടയിൽ കൂട്ടിക്കുഴച്ചു തുടങ്ങി. പിന്നെ എങ്ങനെ വിപത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന മനുഷ്യരോട് അരുതേ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? അള്ളാഹു തആല പറയുകയാ, ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമുദ്രം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ, ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമുദ്രം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലൂടെ തൊട്ടിത്തലോടിപ്പോകുന്ന മന്ദമാരുതൻ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായ ഊർജവും നൽകാൻ അള്ളാഹു തആല ആകാശത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിർത്തുന്ന അള്ളാഹുവിന്റെ അത്ഭുതത്തിന്റെ മേൽ അത്ഭുതമായ സൂര്യൻ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്കിൽ, ഇതേ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നിന്റെ പ്രവർത്തനം കാരണം അള്ളാഹു പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ, വിശദീകരിക്കുമ്പോൾ ഞാൻ പറയരുത് അവരുടെ കുഴപ്പം, ഇവരുടെ കുഴപ്പം, എന്റെ കുഴപ്പം. ആദ്യമായി എന്റെ കുഴപ്പം, അള്ളാഹു എന്റെ ജീവിതത്തിൽ നിനക്കരുതാത്തത്, നീ പ്രിയപ്പെടാത്തത്, നീ ഇഷ്ടപ്പെടാത്തത് എന്റെ പ്രവൃത്തിയിലോ എന്റെ നോട്ടത്തിലോ എന്റെ സംസാരത്തിലോ എന്റെ വിശ്വാസത്തിലോ കിടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവെ ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാ. അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ, കാലവിപത്തുകൾ ഉണ്ടാകുമ്പോൾ, പൊതുവായ വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പരിഹാരം റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായ പശ്ചാത്താപമാണ് ഇസ്തിഗ്ഫാർ.
ഇസ്തിഗ്ഫാർ മാത്രമാ. അല്ലാഹു പറയുന്നു ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമേ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയാണ് എന്ന് ധരിക്കണ്ട. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നും ഒരു 6 മാസം അനുഗ്രഹം, ഒരു 6 മാസം ഉപദ്രവം, അങ്ങനെ ഒരു തീരുമാനമേ അല്ലാഹുവിനില്ല. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നൽകിയതായ അനുഗ്രഹം, ആ അനുഗ്രഹം നിങ്ങൾക്ക് ഉപദ്രവമാകുന്നുണ്ട് എങ്കിൽ അല്ലാഹു പറയുന്നു അത് നിങ്ങളുടെ കുഴപ്പം തന്നെയാ. നിങ്ങളുടെ കൈകൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ വിശ്വാസം കാരണം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കളങ്കം കാരണം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ചാബല്യം കാരണം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ചായനും ചരിയനും കാരണം, അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വസ്ത്രം മാറ്റുന്നത് പോലെ നിങ്ങളുടെ ആദർശത്തിന് നിങ്ങൾ ഇളവ് വരുത്തുന്നത് കാരണം, നിങ്ങളുടെ ആദർശത്തിന് നിങ്ങൾ വെള്ളം ചേർക്കുന്നത് കാരണം, ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ആദർശം, അനുഗ്രഹം വരുമ്പോൾ മറ്റൊരാദർശം, അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കളങ്കം വരുത്തിയത് കാരണം, പിച്ചു ചീന്തിയത് കാരണം, നിങ്ങളുടെ മുമ്പിൽ വിപത്തുകൾ വരുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലാഹുവിനെ മാറ്റിവെച്ച് സൃഷ്ടികളുടെ പുറകെ പോകുന്നത് കാരണം, നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹം വരുമ്പോൾ അല്ലാഹുവിനെ മറന്നിട്ട് തീർത്ത് താഴാൻ നിങ്ങൾ തയ്യാറാകുന്നത് കാരണം, നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്ന്, പ്രയാസം വരുമ്പോൾ ഒന്ന്, അനുഗ്രഹം വരുമ്പോൾ മറ്റൊന്ന്, അല്ലാഹു പറയുന്നു അല്ലാഹു ഇഷ്ടപ്പെടൂല, അല്ലാഹു ഇഷ്ടപ്പെടൂല. ഇങ്ങനെ ഒരു സമുദായം ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവർക്ക് മഴയെ പിടിച്ചു വെച്ചു. മഴയില്ലാതെ അവർ ബുദ്ധിമുട്ടാൻ തുടങ്ങി, പ്രയാസപ്പെടാൻ തുടങ്ങി, അവരുടെ കാലുകളെല്ലാം ചത്തൊടുങ്ങാൻ തുടങ്ങി, അവരുടെ കൃഷിസ്ഥലങ്ങളെല്ലാം കരിഞ്ഞു പോകാൻ തുടങ്ങി. മനുഷ്യന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യം വന്നു. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു, ഫസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ റബ്ബിനോട് ആത്മാർത്ഥമായി നിങ്ങൾ പശ്ചാത്തപിക്കും. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ സമ്മതിക്കും. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ, തൗബ എന്ന് പറഞ്ഞാൽ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് ഒരു പാപം ചെയ്തു പിന്നീട് അള്ളാഹിന്റെ മുമ്പിൽ അങ്ങ് പറയുക, അള്ളാഹു നീ പുറത്തു തരണേ അള്ളാഹ്. അതല്ല പ്രിയപ്പെട്ടവര്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം അള്ളാഹു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം അള്ളാഹു തൗബ പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ ആദ്യത്തെ അർത്ഥം അള്ളാഹുവേ ഞാൻ ചെയ്തു പോയത് ഒരു അപരാധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാ തമ്പുരാനെ. ആദ്യത്തെ തൗബയുടെ ആദ്യത്തെ ഭാഗം തന്നെ അതാ. അള്ളാഹു ചെയ്തു പോയ പ്രവർത്തനം, പറഞ്ഞുപോയ വാക്ക്, എന്റെ ആദർശത്തിൽ ഞാൻ വരുത്തിയതായ കളങ്കം, എന്റെ വിശ്വാസത്തിൽ ഞാൻ വരുത്തിയതായ കുഴപ്പം, അത് അതിഭയാനകരമായ കുഴപ്പമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു തമ്പുരാനെ. ഇല്ല എങ്കിൽ ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടാതെ 1500 രാത്രികൾ ഉറങ്ങാതെ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നാലും ഒരു ഫലവും ഉണ്ടാകൂല. ഒരു തൗബയും അല്ലാഹു സ്വീകരിക്കൂല, ഒരു ഇസ്തിഗ്ഫാറും അല്ലാഹു സ്വീകരിക്കൂല. ഇസ്തിഗ്ഫാറിന്റെ പ്രധാനപ്പെട്ട ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലാഹുവേ ചെയ്തു പോയ പാപം അത് അതികഠിനമായ പാപമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു തമ്പുരാനെ. അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും രണ്ടാമതൊരു കാര്യമുണ്ടാകും. ഇനി ഞാൻ മടങ്ങുകയില്ല എന്നൊരു പ്രതിജ്ഞ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകും. ഇനി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് വെച്ചിട്ട് പറയുകയാ, ഒരു സാഹചര്യം വന്നു മടങ്ങിപ്പോയി, അള്ളാഹു മാപ്പാക്കും. വീണ്ടും അവൻ തൗബ ചെയ്യാൻ തയ്യാറായി. പക്ഷെ ആ തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ മാനസിക അവസ്ഥ, അള്ളാഹുവെ ഞാൻ ചെയ്തു പോയ പാപം കടുത്ത പാപമാ റബ്ബേ. ആ പാപത്തിന്റെ വിപത്തും അതിന്റെ കടുപ്പവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും അതിന്റെ പരപ്പും എല്ലാം എനിക്ക് വ്യക്തമായി തമ്പുരാനെ. അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ മടങ്ങൂല അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാകും. അള്ളാഹു തആല പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു, ഇന്നഹു കാന ഗഫാറ. അള്ളാഹു ഏറ്റവും കൂടുതൽ മാപ്പാക്കുന്നവനാ. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരോടും, അവരോട് അക്രമം ചെയ്ത മനുഷ്യരോട് അവരെല്ലാവരും മാപ്പാക്കിയാൽ എത്ര മാപ്പാണോ ആ മാപ്പ്, ആ കരുണ, അള്ളാഹുവിന്റെ മാപ്പിന്റെയും കരുണയുടെയും അള്ളാഹുവിന്റെ വിടുതലിന്റെ ഒരു ഭാഗത്തിന്റെ ഒരു അംശം പോലും എത്തൂല. അത്രയ്ക്കും വിശാലമായി മഗ്ഫിറത്തുള്ളവനാണ് റബ്ബ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെ പാപവും അള്ളാഹുവിന് വളരെ ലളിതമാണ്. ഭൂമി നിറച്ചു പാപം ചെയ്താലും അള്ളാഹുവിന്റെ കരുണയും അവന്റെ മഗ്ഫിറത്തും വിശാലമാണ്. പക്ഷേ നമ്മൾ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. ഇന്നഹു കാന ഗഫാറ. അള്ളാഹു മാപ്പ് നൽകുന്നവനാ. നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കാൻ തയ്യാറാകി. എന്നാൽ എന്നാൽ ആകാശത്തിലേക്ക് നിങ്ങൾ കണ്ണുനട്ട് നിൽക്കുകയാണ്. ഒരു തുള്ളി ജലകളം ഭൂമിയിലേക്ക് ഇറ്റു വീഴുന്നു എന്ന് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആകാശത്തിൽ നിന്നും നിഷ്കളങ്കമായ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ പശ്ചാത്തപിച്ചാൽ ആകാശത്തിൽ നിന്നും സമൃദ്ധമായ മഴത്തുള്ളികൾ നിങ്ങളെ തേടി ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാ, പ്രവാചകനെ കൊണ്ട് റബ്ബ് പറയിപ്പിച്ചു,
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിപത്തുകൾ, മനുഷ്യന്റെ പാപങ്ങൾ വ്യാപകമാകുമ്പോൾ, അതൊരു ഗൗരവമില്ലാത്ത രീതിയിൽ നിസാരവൽക്കരിക്കപ്പെടുമ്പോൾ അല്ലാഹു തആല നൽകുന്ന ശിക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സർവ്വതിന്റെയും അടിസ്ഥാനപരമായ ജലകളങ്ങളെ അല്ലാഹു തആല ആകാശത്തിൽ പിടിച്ചു നിർത്തും, അല്ലാഹു പിടിച്ചു കെട്ടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നുമാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യ ശരീരത്തിന്റെ സിംഹഭാഗവും ജലകളങ്ങളാണ്, വെള്ളവുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ, ഭൂമിയിൽ ജീവനുള്ള സർവ്വതും ജലവുമായി ബന്ധപ്പെട്ടാണെന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ അല്ലാഹു പറയുകയാണ്, വിപത്തുകൾ വ്യാപകമാകുമ്പോൾ, നിങ്ങളുടെ ധിക്കാരങ്ങളും അഹങ്കാരങ്ങളും അധിക പ്രസംഗങ്ങളും വ്യാപകമാകുമ്പോൾ, അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ നിങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ, നന്മയെ ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ, തിന്മയെ തടയാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ അല്ലാഹു തആല അനുഗ്രഹത്തെ പിടിച്ചുകെട്ടും. അങ്ങനെ പിടിച്ചുകെട്ടി എന്നിട്ടും അവർ തൗബ ചെയ്യാൻ തയ്യാറായില്ല, പശ്ചാത്തപിക്കാൻ തയ്യാറായില്ല. അവരുടെ വിപത്തുകളിൽ അവർ വ്യാപൃതരായിക്കൊണ്ടേയിരുന്നു, ശിർക്ക് വ്യാപൃതരായിക്കൊണ്ടേയിരുന്നു. അക്രമം, പാവപ്പെട്ടവരെ പീഡിപ്പിക്കുക, ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, അത് അവരുടെ ശീലമായി മാറിക്കൊണ്ടേയിരുന്നു. അല്ലാഹു തആല ജലത്തെ ഭൂമിയിലേക്ക് ഇറക്കാൻ തുടങ്ങി. അവരെല്ലാവരും തട്ടഹസിച്ചു. പ്രവാചകന്റെ മുമ്പിൽ വന്ന് കൊഞ്ഞനെ കുത്താൻ തുടങ്ങി. നീ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അല്ലാഹു ജലത്തെ തടഞ്ഞു വെക്കുമെന്ന്. ദാ മഴ തുടങ്ങിയിരിക്കുകയാണ്, ഭൂമി സജീവമാകും, ഞങ്ങളുടെ സമ്പത്തെല്ലാം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരാഘോഷിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അല്ലാഹുവേ, ഈ പാവത്തുകളായ സാധുക്കളാണ് റബ്ബേ, അവർക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം നീ കൊടുക്കണയല്ല. അല്ല പറഞ്ഞു, അവസരത്തിന്റെ അമൂർദ്ധന്യതയിലും അഹങ്കാരം കാണിച്ചവരാവർ. ആ ജലഗണങ്ങൾ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ താണ്ഡവ നൃത്തം നടത്തുകയും ചെയ്ത ആൾക്കാർ ആ ജലഗണങ്ങളിൽ അല്ലാഹു തആല മുക്കിക്കൊന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഏറ്റു നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യർ ഭൂമിയിലേക്ക് വെള്ളം വീണു, തൗബ ചെയ്യാൻ തയ്യാറായില്ല. അതിന്റെ മൂർധന്യതയിലെത്തി വീണ്ടും തൗബ ചെയ്യാൻ തയ്യാറായില്ല. അല്ലാഹു തആല അതേ വെള്ളം അവർക്ക് അനുഗ്രഹത്തിന് പകരം ശിക്ഷയാക്കി മാറ്റി. അല്ലാഹു തആല ഭൂമി മുഴുവനും ശുദ്ധീകരണം ചെയ്തു. എത്രത്തോളം? അല്ലാഹുവിന്റെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് എന്ന് കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലത്ത് മലക്കുകളുടെ സഹായത്തോടുകൂടി മലക്കുകളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് വേണ്ടി അല്ലാഹു തആല നിർമ്മിച്ചതായ ബൈത്തുൽ മഅമൂർ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തി. ഭൂമി മുഴുവനും അല്ലാഹു തആല ശുദ്ധീകരണം നടത്തി. ഈ അഹങ്കാരികളായ താന്തോന്നികളായ വിഭാഗം കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂഹ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാ. വീണ്ടും അല്ലാഹു തആല പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ചെറിയ ചെറിയ വിപത്തുകൾ വരുമ്പോൾ നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കാൻ തയ്യാറാകിൻ. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. നിങ്ങളുടെ പ്രവർത്തനം കാരണമാണ് ഈ ഭൂമിയിലേക്ക് അതികടുത്ത ശൈത്യം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മഴയെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ കാരണമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നും ഒരു അപാകതയുമല്ല, നിങ്ങൾ കാരണമാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ വ്യക്തി ജീവിതം, നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ സാമൂഹിക ജീവിതം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിൻ. എന്നിട്ട് അത് തിരുത്താൻ തയ്യാറാകിൻ, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കിൻ. അല്ലാഹു ആയത്തിന്റെ അവസാനം പറയുന്നു, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. വരാനിരിക്കുന്ന അതിഭയാനകരമായ നരകത്തിന്റെ കടുത്ത ചൂടിലും നരകത്തിന്റെ കടുത്ത ശിക്ഷയിൽ നിന്നും അല്പത്തിന്റെ മേൽ അല്പം അല്ലാഹു തആല നിങ്ങളെ ഒന്ന് രുചിപ്പിച്ചതാണ്. എന്തിനാ? അല്ലാഹുവിന് നിങ്ങളോട് വീണ്ടും കരുണയുള്ളത് കൊണ്ട്. ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങാൻ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും പറയുന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കുടുക്കിയിട്ട് അത് കാരണമാ ഇത് കാരണമാ അടുത്തയാഴ്ച ഉണ്ടാകും അതിന്റെ അടുത്തയാഴ്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയല്ല, മറിച്ച് ആദ്യമായി എന്റെ ജീവിതത്തിലേക്ക് മടങ്ങലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. എന്റെ ജീവിതത്തിലെ പാപം അത് ഞാൻ എന്നേക്കുമായി മാറ്റിവെക്കാൻ തയ്യാറാ. എന്റെ റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ തയ്യാറാ. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുന്നതിന്റെ ഫലമായിട്ട് അല്ലാഹു പറയുകയാ, നിങ്ങളുടെ പാപത്തിന് പകരം റബ്ബ് പ്രതിഫലം നൽകും. എന്നിട്ട് അല്ലാഹു തആല നിർജീവമായ ഭൂമിയെ സമൃദ്ധമായ മഴത്തുള്ളികൾ കൊണ്ട് സജീവമാക്കും. നിങ്ങളുടെ മുമ്പിൽ വഴിമുട്ടി നിന്നതെല്ലാം അല്ലാഹു തആല അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഓർത്തു നിൽക്കേണ്ടതാ. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സം വന്നാൽ, നിങ്ങളുടെ സ്വൈരവിഹാരത്തിന് ബുദ്ധിമുട്ട് വന്നാൽ, ആദ്യം സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. എന്റെ ജീവിതത്തിൽ റബ്ബിന് പൊരുത്തമല്ലാത്തത് വല്ലതുമുണ്ടോ? എന്റെ കുടുംബത്തിൽ അല്ലാഹുവിന് പൊരുത്തമല്ലാത്തത് വല്ലതുമുണ്ടോ? എന്റെ ഇടപാടുകളിലും ഇടപെടലുകളിലും അല്ലാഹുവിന് ഇഷ്ടമല്ലാത്തത് വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്താനും വേണ്ടി എന്റെ റബ്ബിന് എന്നോടുള്ള കരുണയുടെ അവസാനത്തെ ഭാഗം ലഅല്ലഹും യർജിഊൻ, ഞാൻ അതിൽ നിന്നും പിന്തിരിയാനായിട്ട് അല്ലാഹു തആല ഒരല്പം നൽകിയതാ.
മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഈ ചൂടെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, കടുത്ത ചൂട് വരുമ്പോൾ മഹാനവറുകൾ പറയും, കടുത്ത തണുപ്പ് വരുമ്പോഴും പറയും, അല്ലാഹുവേ ഈ ഭൂമിയിലെ നിസാരമായ ചൂടെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലാഹുവേ ഈ ഭൂമിയിലെ നിസാരമായ തണുപ്പ് എന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, ഇതിനേക്കാളെല്ലാം എനിക്ക് മനസ്സിലാക്കുന്നതിനും അപ്പുറം കടുപ്പമുള്ള ചൂടിൽ അല്ലാഹു നിന്റെ നരകത്തിൽ ഞാൻ പോകേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും എന്റെ അവസ്ഥ? അവരങ്ങനെ സങ്കടപ്പെടുമായിരുന്നു. ജീവിതത്തിൽ കറാഹത്ത് പോലും ഇല്ലാതെ സൂക്ഷിക്കുന്ന മഹാരഥന്മാർ, ജീവിതത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഒരു ഹറാമ് പോലും കടന്നു വന്നിട്ടില്ലാത്ത മഹാരഥന്മാർ, അവർ ഭൂമിയിൽ ഒരു വ്യാപകമായ വിപത്ത് വരുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കും. നമ്മളോ അവരെ കുറിച്ച് നോക്കും, ഇവരെ കുറിച്ച് നോക്കും, അവിടേക്ക് നോക്കും, ഇവിടേക്ക് നോക്കും, അവരെ കുറ്റം പറയാൻ തയ്യാറാകും. അല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ, സഹാബത്തിന്റെ ചര്യ, താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും ചര്യ ഞാൻ കാരണമാ കുഴപ്പം. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഞാൻ പശ്ചാത്തപിക്കും. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ അള്ളാഹുവിന് വിപത്തായിട്ടൊന്നുമില്ല എങ്കിൽ അൽഹംദുലില്ലാഹ്, നൂറുൻ അലാ നൂർ, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ഞാൻ സഹിക്കാൻ തയ്യാറാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ അങ്ങനെയുള്ളത്? അള്ളാഹു തആല പറഞ്ഞു, മുൻപിൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുതെ പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു ആയത്തിറക്കി. ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങി ഭൂമിയിലേക്ക് ഖിയാമത്ത് നാൾ വരെയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപവും ഇനി മരണം വരെ ഏതെങ്കിലും ഉണ്ടായാൽ ആ പാപവും അല്ലാഹു മാപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയുകയാ, ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 70 മർറ ഔ 100 മർറ. അതേ പ്രവാചകൻ പറയുന്നു, ഒരു ദിവസം 100 പ്രാവശ്യം അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ പശ്ചാത്തപിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ പ്രിയപ്പെട്ടവരെ, പാപികളായ നമ്മൾ എവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഈ വിപത്തുകൾ കാണുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, കടുത്ത ചൂട് വരുമ്പോൾ, കടുത്ത മഴ വരുമ്പോൾ, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഏതെങ്കിലും ഒരു പ്രപഞ്ച പ്രതിഭാസത്തിന് അനക്കം വന്നാൽ ആദ്യമായി റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പശ്ചാത്തപിക്കാൻ തയ്യാറാകിൽ, അധികമായി നിസ്കരിക്കാൻ തയ്യാറാകിൽ, അധികമായി ദാനധർമ്മം ചെയ്യാൻ തയ്യാറാകിൽ, അല്ലാഹു തആല വിപത്തുകളെ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു തആല ബുദ്ധിമുട്ടുകളെ മാറ്റി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തആല എന്നേക്കുമായി മാറ്റി തരുമാറാകട്ടെ. ഏറ്റവും അടുത്ത സമയത്ത്, ഏറ്റവും അടുത്ത നിമിഷത്തിൽ സമൃദ്ധമായ മഴ അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളെയും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഖേദിക്കാനും റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാനുമുള്ള തൗബയുടെ ഗുണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖലീഫമാർ, ആ ഖലീഫമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖലീഫ വിഭാഗമായിരുന്നു അബ്ബാസിയ ഭരണകൂടം, അബ്ബാസിയ ഖലീഫമാർ. അതിൽ 5-ാമത്തെ ആളായിരുന്നു മഹാനായ ഹാറൂൻ റഷീദ്. അള്ളാഹുലേക്ക് കൂടുതലായ അടുപ്പവും അള്ളാഹുലേക്ക് കൂടുതലായി വിനയവും ഉണ്ടായിരുന്ന ഒരു മഹാരഥനായ ഒരു നേതാവ്, ഒരു ഖലീഫ. അദ്ദേഹം ഇങ്ങനെ സദസ്സുമായി സംസാരിച്ച് അവശനായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കാൻ പോയി. കൂട്ടത്തിലുണ്ടായത് ഇബ്നു സമ്മാക്ക് എന്ന് പറയുന്ന മഹാരഥനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഖലീഫ, ഒരു നിമിഷം ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങളുടെ ഭാവത്തിലും ശൈലിയിലും വെള്ളത്തിനോട് വല്ലാത്ത താല്പര്യമുള്ള സന്ദർഭമാണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമൊന്നും ഈ കൊട്ടാരത്തിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല, ഈ രാജ്യത്ത് ഒരു തുള്ളി വെള്ളമില്ല. വെള്ളമില്ലാതെ മനുഷ്യരെല്ലാം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയൽ രാജ്യത്തു നിന്നും ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരാം, പകരം എന്തു തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? അപ്പോൾ ഹാറൂൻ റഷീദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. അതിനുശേഷം അദ്ദേഹം വെള്ളം കുടിച്ചു, ഇരുന്നു കൊണ്ട് വെള്ളം കുടിച്ചു.
വീണ്ടും ഇബ്നു സമ്മാക്ക് അദ്ദേഹം ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട രാജാവേ അല്ലെങ്കിൽ ഖലീഫ, അങ്ങ് കുടിച്ച ഈ വെള്ളം അത് വിസർജ്യമായിട്ട് മലമൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്ന സന്ദർഭമെത്തി, പക്ഷെ അത് പോകുന്നില്ല. നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല. അതിന്റെ വേദന കൊണ്ട് നിങ്ങൾ പുളഞ്ഞു നിൽക്കുമ്പോൾ ഒരു വൈദ്യൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു ചെറിയ നാഡിയിലൊന്ന് സ്പർശിച്ചാൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ കഴിയും. അതിന് പകരം എനിക്ക് എന്ത് നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നൽകും? അദ്ദേഹം വീണ്ടും എഴുന്നേറ്റിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സദസ്സിനോട് പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ ബാക്കി പകുതി നൽകും. എന്നിട്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, അൽഹംദുലില്ലാ. എന്നിട്ട് അദ്ദേഹം അതിനോടൊപ്പം ഒരു ആയത്ത് മോദി. അല്ലാഹു തആല പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം, ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം, ഒരു രാജാവ് ആ രാജ്യത്തിന്റെ മുഴുവൻ സാമ്രാജ്യം വെറുതെ പറഞ്ഞതല്ല, നല്ലതുപോലെ ചിന്തിച്ച് ബോധ്യത്തോടു കൂടി പറഞ്ഞതാ. നമുക്കൊന്നും ആ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല ഉണ്ടാക്കാതിരിക്കുമാറാകട്ടെ. എത്ര ആൾക്കാരെ നാം കണ്ടതാ, പ്രളയം വന്ന് വീട് അടക്കം മുങ്ങി നിൽക്കുമ്പോഴും കുടിക്കാൻ ഒരു തുള്ളി നല്ല ശുദ്ധിയായ വെള്ളം കിട്ടാതെ എത്ര ആൾക്കാരുടെ സാഹചര്യമാണ് നാം കണ്ടത്. അള്ളാഹു നൽകുന്ന അനുഗ്രഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കടുത്ത ചൂട് വരുമ്പോഴും ഈ ബുദ്ധിമുട്ട് വരുമ്പോഴും ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ വിലമതിക്കാനുള്ള സാഹചര്യമാണെന്ന് നാം മനസ്സിലാക്കി. ലഇൻ ശകർതും, അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അതിനെ വിലമതിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ അതിനെ നന്ദി രേഖപ്പെടുത്താൻ തയ്യാറായാൽ, അള്ളാഹ് പറയുക ലഅസീദന്നകും, അള്ളാഹു തആല നിങ്ങൾക്ക് അതിനെ അധികരിപ്പിച്ചു നൽകും. പ്രധാനമായിട്ടും സഹാബാക്കൾ ഇതിന് രണ്ട് വിശദീകരണം നൽകുന്നു. ഒന്ന്, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അള്ളാഹു നിലനിർത്തും. രണ്ട്, അതിനപ്പുറം വീണ്ടും അനുഗ്രഹം അള്ളാഹു അധികരിപ്പിച്ചു നൽകും. അള്ളാഹു അടുത്ത വാക്ക് പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ വിലമതിച്ചില്ല എങ്കിൽ, അതിനെ നിങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ, അള്ളാഹു പറയുന്നു ഇന്ന അദാബി ലശദീദ്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, ഇന്ന അദാബി, എന്റെ ശിക്ഷ ലശദീദ്, അത് കഠിനകഠോരമാണ്, നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയൂല. അതിനും രണ്ട് വിശദീകരണം. ഒന്ന്, ഭൂമിയിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ അള്ളാഹു തആല തടഞ്ഞു നിർത്തും. അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ അള്ളാഹു തടഞ്ഞു നിർത്തും. അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ അള്ളാഹു തടഞ്ഞു നിർത്തും. നമുക്ക് താങ്ങാൻ കഴിയൂല, നമുക്കത് സഹിക്കാൻ കഴിയൂല. അതിനും അപ്പുറമാകും. രണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തെടുത്തുദ്ധരിക്കുന്നു. രണ്ട്, നരകത്തിന്റെ കഠിനകഠോരമായ ശിക്ഷ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവസാനം വിശദീകരിക്കുന്നു, ഇന്നൽ ബർദ ലശദീദുൻ അലാ ജിസ്മി, എന്റെ ശരീരത്തിന് ഈ തണുപ്പതി ബുദ്ധിമുട്ടാണ്, ഈ ചൂട് എന്റെ ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അല്ലാഹുവേ, എങ്ങനെയായിരിക്കും ഞാൻ നരകത്തിന്റെ ചൂടെങ്ങാനും ആസ്വദിക്കേണ്ടി വന്നാൽ? സുമ്മതല, എന്നിട്ട് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിലെ ചില വാക്കുകൾ പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലികും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിന്റെ തീയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണമേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, അല്ലാഹു തആല നരകത്തിന്റെ ഇന്ധനമാക്കി വച്ചിരിക്കുന്നത്, നരകത്തെ കത്തിക്കുന്നത് വലിയ പാറക്കല്ലുകളും മനുഷ്യ ശരീരവുമാണെന്ന് വിശുദ്ധ ഖുർആൻ. വഖൂദുഹന്നാസു വൽ ഹിജാറ, വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തെ കത്തിക്കപ്പെടുന്നത് വലിയ പാറക്കല്ലുകൾ കൊണ്ടും മനുഷ്യ ശരീരം കൊണ്ടുമാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ എല്ലാം നരകത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചൂട് വരുമ്പോൾ നരകത്ത് നമ്മൾ ഭയപ്പെടണം. നമ്മളുടെ ഈമാൻ അധികരിക്കണം. മഴ പെയ്യുമ്പോൾ വീണ്ടും നമ്മളുടെ ഈമാൻ അധികരിക്കും. അള്ളാഹു തആല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ ആക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ. ഏറ്റവും അടുത്ത സമയത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമൃദ്ധമായ അനുഗ്രഹത്തിന്റെ മഴ അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, നമ്മൾ നിരന്തരം അത് ചെയ്യും. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ, അള്ളാഹു ഞങ്ങളെ നീ കുടിപ്പിക്കണേ അല്ലാ, അല്ലെങ്കിൽ അള്ളാഹു നീ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. ഗൈസൻ മുഗീസൻ, ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസമില്ലാത്ത അനുഗ്രഹത്തിന്റെ മഴ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അധികമായി നമ്മൾ നമസ്കരിക്കും, അധികമായി ദാനധർമ്മം ചെയ്യും, ദിക്റുകൾ ചെയ്യും, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, അധികമായി ഇസ്തിഗ്ഫാർ ചെയ്യും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും പറയുകയാ, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, മനുഷ്യന് നൽകുന്നത് പോലെ പ്രതിഫലമാ, ഒരുപക്ഷെ അതിനേക്കാളും പ്രതിഫലമാണ് നമ്മുടെ പരിസരത്തു കൂടി ഓടി നടക്കുന്ന പക്ഷിപറവാദികളും ജീവജാലങ്ങളും. അവരും കുടിക്കാൻ ഒരിറ്റു വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്കും വെള്ളം കൊടുക്കും, അവർക്കും കുടിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഫ്ലാറ്റിന്റെ പുറത്ത് ഒരു ബക്കറ്റിൽ നിറച്ച് നമ്മൾ വെള്ളം വയ്ക്കും.
അവർ വന്ന് കുടിക്കട്ടെ. പറ്റുമെങ്കിൽ ഭക്ഷണവും വയ്ക്കും, നമ്മുടെ വീടിന്റെ പറമ്പിൽ നമ്മൾ വയ്ക്കും, അവർ വന്ന് കുടിക്കട്ടെ. നമുക്ക് വീട്ടിൽ വളർത്താൻ അനുവാദമില്ലാത്ത നായ്ക്കുട്ടികളാണെങ്കിൽ പോലും നായകളാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും, അവർക്ക് നമ്മൾ വെള്ളം കൊടുക്കും. അള്ളാഹുവിന് അനുഗ്രഹമുണ്ടാകും, അള്ളാഹുവിന് അനുഗ്രഹമുണ്ടാകും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം അമൂല്യമാണ്, അനുഗ്രഹമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ വീടിന് മുമ്പിലൂടെ കുത്തി ഒഴുകി പോകുന്ന ജലഗളങ്ങൾ സമുദ്രത്തിൽ നിന്നാണ് നിങ്ങൾ ഒതു ചെയ്യുന്നതെങ്കിലും 3-നപ്പുറം ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ പാഴാക്കരുത്. 3 പ്രാവശ്യമാണ് നിങ്ങൾ അവയവം കഴിയേണ്ടത്. ഒഴുകി പോകുന്ന വെള്ളമല്ലേ എന്ന് ധരിച്ചിട്ട് ഒരു തുള്ളി പോലും നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി. ഒരു കാലഘട്ടം വരും, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വെള്ളത്തിന് വേണ്ടി രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്ന കാലഘട്ടം വരും. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഏകദേശം ആ സാഹചര്യത്തിലൂടെയാണ് നാം പോകുന്നത്. ചില ആൾക്കാർ ഒതു കൊടുക്കുന്നത് കാണും, കൈ ഇങ്ങനെ തുറന്നു വെക്കും, എന്നിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്നു വെക്കും, കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും, വെള്ളം ഇങ്ങനെ സറവറാന്ന് പോകും. പ്രിയപ്പെട്ടവരെ, പറ്റൂല. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം കിതാബുകളിൽ വിശദീകരണം കാണാം. നിങ്ങൾ ഒതു ചെയ്ത വെള്ളം അത് ഉപയോഗിച്ച വെള്ളമാണ്, പിന്നെ ഒരു ഫർദ് ഉപയോഗിക്കാൻ പറ്റൂല. നിങ്ങളൊരു പാത്രത്തിൽ പിടിക്കും. മഹാന്മാരുടെ വിശദീകരണം അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നമ്മുടെ അവസ്ഥ നോക്കിയിട്ട് ഒരു ബക്കറ്റിൽ നിങ്ങൾ പിടിക്കും, എന്നിട്ട് ആ വെള്ളം നിങ്ങളുടെ ചെടിക്കൊഴിക്കാൻ നിങ്ങൾ ഉപയോഗിക്കും. ശുദ്ധമായ വെള്ളത്തിന് പകരം നിങ്ങൾ ഒതു ചെയ്ത വെള്ളം വെറുതെ കളയാതിരിക്കും. നിങ്ങൾ കുളിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭരിക്കാൻ കഴിയുമെങ്കിൽ, ഏതെങ്കിലും ഒക്കെ രീതിയിൽ നല്ല വെള്ളം നിങ്ങൾക്ക് സംഭരിക്കാൻ കഴിയുമെങ്കിൽ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കും. തറ കഴുകാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെടികൾ കൊഴിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് വളരെ മിതമായി നാം ഉപയോഗിച്ചാൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമാണെന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. വെറുതെ നമ്മൾ വെള്ളം പാഴാക്കാൻ പാടില്ല, ഒരു തുള്ളി പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പള്ളികളുടെ അവസ്ഥ നമുക്കറിയാം. എല്ലാ പള്ളികളിലും ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് ഇപ്പോഴത്തെ സാഹചര്യം. പറ്റുമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നും ഒതു ചെയ്ത് വരും. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ഒതു ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിച്ചതുപോലെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന അത്രയും സമയവും അള്ളാഹു തആല നമുക്ക് പ്രതിഫലം നൽകും. അള്ളാഹു തആല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി സമൃദ്ധമായ അനുഗ്രഹത്തിന്റെ മഴ അള്ളാഹു ഏറ്റവും അടുത്ത സമയത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മഗ്ഫിർ വർഹം വർള അൻ رسولك محمد صلى الله عليه وسلم خصوصا من أولهم إلى آخرهم يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. അള്ളാഹുവേ, കരുണയുള്ള തമ്പുരാനെ, അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായിട്ടും അള്ളാഹു ഏതെങ്കിലും പാപങ്ങൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അള്ളാഹു നിന്റെ മർഹമത്ത് വിശാലമാണ് തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ അള്ളാഹു ഞങ്ങളുടെ പാപത്തിന്റെ പേരിൽ മഴയെ നീ തടഞ്ഞു വെക്കല്ലേ അള്ളാഹു ഞങ്ങളുടെ പാപത്തിന്റെ പേരിൽ കടുത്ത ചൂടിൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അള്ളാഹു ഞങ്ങൾക്ക് നീ സമൃദ്ധമായ മഴ നൽകണേ അനുഗ്രഹത്തിന്റെ മഴ നൽകണേ അള്ളാഹു ശിക്ഷയുടെ മഴയല്ല തമ്പുരാനെ, അള്ളാഹു അദാബിന്റെ മഴയല്ല അള്ളാഹു പ്രപഞ്ചം മുഴുവനും നിന്റെതാണ് അതിന്റെ പ്രതിഭാസവും നിന്റെ തീരുമാനപ്രകാരമാണ് തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ നിന്റെ അടിമകളാണ് അള്ളാഹു ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ, അള്ളാഹു ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അള്ളാഹു ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തിന്റെ മഴ നൽകണേ അള്ളാഹു പക്ഷി പറവാദികളെല്ലാം ബുദ്ധിമുട്ടിലാണ് മൃഗങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ് തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റിത്തരണേ അള്ളാഹുവെ, കടുത്ത ചൂടിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അള്ളാഹു ചൂടുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞപ്പോൾ ഇത് നരകത്തിന്റെ ചൂടിന്റെ ഭാഗമാണെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ റബ്ബേ. അള്ളാഹു ഞങ്ങളിൽ ഒരാളെ പോലെ നീ നരകത്തിലാക്കല്ലേ അള്ളാഹു ദുനിയാവിലെ ചൂട് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല തമ്പുരാനെ. അള്ളാഹു ഞങ്ങളിൽ ഒരാളെ പോലും നീ നരകത്തിലാക്കല്ലേ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ നീ ആക്കല്ലേ റബ്ബേ, ജീവിച്ചിരിക്കുന്നവരെ നീ ആക്കല്ലേ അള്ളാഹു ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹത്തിലും ഖൈറിലും സന്തോഷത്തിലും ആക്കണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.